അമ്മേ ദേവി. രണ്ടുപേരുടെ എങ്ങോട്ടാ? കല്യാണം വിളിക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ? ഞങ്ങൾ എങ്ങോട്ട് പോയാലും അത് നീ അറിയേണ്ട ആവശ്യമില്ല. മര്യാദയ്ക്ക് വണ്ടി എടുത്ത് മാറ്റാ. അയ്യോ ഡി കെ, ഞാൻ വഴക്കിന് ഒന്നൊന്നുമല്ല. നിങ്ങളുടെ തിരക്കൊക്കെ എനിക്കറിയാം. ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയാൻ വന്നതാ. അത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴിക്കാൻ പൊക്കോളാം. ഒന്നിറങ്ങി വരുമോ പ്ലീസ്? ജ്യോതി, ജ്യോതി. എന്താടാ, നിനക്ക് എന്താ പറയാനുള്ളത്? വഴി തടഞ്ഞു നിർത്തി വഴക്കുണ്ടാക്കാനാണ് ഉദ്ദേശം? ഏയ്, ഒരിക്കലും അല്ല. ഞാൻ ഒരു കല്യാണം ക്ഷണിക്കാൻ ഇറങ്ങിയതാ. അനിയത്തിയുടെ കല്യാണവുമായിട്ട് നിങ്ങൾ ഒരുപാട് തിരക്കിലാണെന്ന് എനിക്കറിയാം. വീട്ടിൽ വന്ന് ക്ഷണിക്കണമെന്ന് കരുതിയതാ. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ അത് പറഞ്ഞിട്ട് സ്ഥലം വിടാൻ നോക്ക്. ധൃതി പിടിക്കില്ല ഡി കെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞ കാര്യം എന്നെ വല്ലാതിരുത്തി ചിന്തിപ്പിച്ചു. ഇപ്പൊ നിനക്ക് നല്ല ബുദ്ധി തോന്നി തുടങ്ങിയോ? ആ, പിന്നല്ലാതെ. അതുകൊണ്ടല്ലേ അക്കാര്യം നേരിട്ട് പറയാൻ ഞാൻ തന്നെ വന്നത്. ഞാനും ഒരു കല്യാണം വിളിക്കാൻ വന്നതാ. ദേ, ഇതാണ് കല്യാണക്കുറി. പ്ലീസ്, രണ്ടുപേരും കല്യാണത്തിന് ഒന്ന് അനുഗ്രഹിക്കണം. ചിത്രയും കൂടെ വിളിക്കണമെന്ന് കരുതിയതാ. ആ പോട്ടെ, ഇനിയിപ്പോൾ നിങ്ങൾ അവളോടങ്ങ് പറഞ്ഞാൽ മതി. ഒരുപാട് ആലോചിച്ചിട്ടാ ഞാൻ ഈ തീരുമാനം എടുത്തത്. എൻ്റെ തീരുമാനവുമായി ഞാനങ്ങ് മുന്നോട്ട് പോവുക. നിങ്ങൾക്കൊരിത്തിരി ബുദ്ധിമുട്ടാണ്, അതെനിക്കറിയാം. പക്ഷെ തോറ്റു പിന്മാറി എനിക്ക് ശീലമില്ല ഡി കെ. രണ്ടുപേരും മുഹൂർത്തത്തിന് മുമ്പ് തന്നെ അങ്ങ് എത്തണം. ആ പിന്നെ നല്ല ഒന്നാം തരം സദ്യ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് സന്തോഷമായിട്ടേ പോകാവൂ. എങ്കിൽ പിന്നെ ഞാനങ്ങ് പോട്ടെ. കാണാം. വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണ് പ്രമാണം. നിന്റെ ക്ഷണം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ഈ കല്യാണത്തിന് ഞങ്ങൾ തീർച്ചയായും ഉണ്ടാവും. സന്തോഷം. പക്ഷേ വരൻ നീ ആയിരിക്കില്ല. ഈ കല്യാണം മുടക്കാൻ ആ പരിസരത്ത് നിന്നെ കണ്ടാൽ അർജുൻ, എന്താ മേഡം?
വേഗം ഗൂഗിളിനോടൊന്ന് വരാൻ പറയാ. ശരി മാഡം. എങ്ങനെയാണ് ഒരു മീറ്റിംഗിനുള്ള ഫയൽ പ്രിപ്പയർ ചെയ്യുന്നത്? പ്രസന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നതാ. ജ്യോതി, എന്തിനാ വിളിച്ചത്? ഞാൻ വിളിച്ചത് ഗോകുലിനെയാ. ബാലുവിനെ ഞാൻ വിളിച്ചില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ഒരാളോട് പറയേണ്ടത് രണ്ടുപേരും കൂടി കേൾക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ഇതെന്താ ഗോകുൽ, ഇങ്ങനെയാണോ മീറ്റിംഗിനുള്ള ഫയൽ തയ്യാറാക്കുന്നത്? അല്ല, ഈ ഫയലിന് ഇപ്പൊ എന്താ കുഴപ്പം? ഇന്നലെ ഞാൻ എന്തൊക്കെയാ നിങ്ങളോട് പറഞ്ഞിരുന്നത്? ഇന്നലെ ഞാൻ എന്താ ഗോകുലിനോട് പറഞ്ഞത്? മീറ്റിംഗിനുള്ള ഫയൽ തയ്യാറാക്കണമെന്ന് പറഞ്ഞു. അല്ലാതെ എന്തു പറഞ്ഞു? മീറ്റിംഗിനുള്ള ഫയൽ തയ്യാറാക്കണമെന്ന് മാത്രമല്ല, നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ള മുഴുവൻ കണ്ടന്റും ഇതിലുണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഈ ഫയലിൽ എല്ലാ കണ്ടന്റും ഉണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? ഇല്ല. ഗസ്റ്റുകളുമായി സംസാരിക്കുമ്പോൾ നമ്മുടെ ഡിമാൻഡ് കൃത്യമായും ഈ ഫയലിൽ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ഇന്നലെ നോട്ട് തന്നിരുന്നതാ. അതെവിടെ? ഇതൊരു ചെറിയ കാര്യമല്ലേ? ഇതിനാണോ ഞങ്ങൾ വിളിപ്പിച്ചത്? ഇതങ്ങനെ ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ, അതും DK അവരോട് സംസാരിക്കുമ്പോൾ, DKയുടെ പ്രസന്റേഷനെ കുറിച്ച് അവരെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ചോദിച്ച അത് ഈ ഫയലിലില്ലെങ്കിൽ DKക്ക് അത് അറിയില്ല എന്ന് വന്നാ എന്തായിരിക്കും അതിന്റെ ഫലം? DKക്ക് അറിയാത്ത ഒരു കാര്യമില്ല. ഫയലില്ലെങ്കിലും അത് DKക്ക് അങ്ങ് പറഞ്ഞാ പോരെ? നോ. നിങ്ങളെ ഏൽപ്പിച്ച കാര്യം നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അങ്ങനെ നീ ഞങ്ങളെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കാൻ ശ്രമിക്കണ്ട. ഗൂഗിൾ, മൈൻഡ് യുവർ വേർഡ്സ്. ഈ അമ്മായിയമ്മയും മരുമകനും അങ്ങ് വീട്ടില്. This is our office. Understand?